അണികളായിട്ട് പോയി എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്ന് നമ്മളുടെ ഇതിന് അനുഗ്രഹത്തിന് വേണ്ടി അതിനെ പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. CA സെക്രട്ടറി, CA മെമ്പേഴ്സ്, കണ്ണപ്പച്ചന്മാർ, അമ്മച്ചന്മാർ, കുട്ടികൾ എല്ലാവരെയും ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സഭാ സെക്രട്ടറി, സൺഡേ സ്കൂൾ എക്സം, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, അപ്പച്ചന്മാർ, അമ്മച്ചന്മാർ, മാതാപിതാക്കൾ, കുട്ടികൾ എല്ലാവർക്കും സ്നേഹം അദ്ദേഹത്തെ അറിയിക്കുന്നു. ഇന്നൊരു വലിയ പ്രസംഗം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഷോർട്ട് മെസ്സേജ് പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ ഡേ ആയതുകൊണ്ട്, പിന്നെ സൺഡേ സ്കൂൾ എക്സാം എല്ലാം ആയതുകൊണ്ട് ഒരു ഷോർട്ട് മെസ്സേജ് പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ഒരു വർഷത്തെ സൺഡേ സ്കൂൾ തീം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വേരൂന്നുക എന്നതാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ സൺഡേ സ്കൂൾ തീം. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കൊലോസ്യർ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. ഈ വാക്യത്തിൽ പറയുന്ന അവനിൽ വേരൂന്നിയും, അവനിൽ വേരൂന്നിയും പറഞ്ഞാൽ ക്രിസ്തുവിൽ വേരൂന്നിയും ഇരിക്കുക എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ റോഡ് സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കുറെ മരങ്ങൾ വീണ് കിടക്കുന്നത് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഡീപ്പായിട്ട് വേരില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ വീണ് കിടക്കുന്നത്. അതേ സമയത്ത് ഒരു വലിയ മരമൊക്കെ ആണെങ്കിൽ അത് വീഴാതെ നിൽക്കാൻ കാരണം അതിന് ആഴത്തിലുള്ള ഡീപ്പിലുള്ള ഒരു വേരുണ്ട്. അതുകൊണ്ട് അതൊന്നും വീഴാതെ എത്ര വലിയ കാറ്റ് വന്നാലും അതൊന്നും വീഴാതെ നിൽക്കും. അതേമാതിരി നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ കൊടുകാറ്റുകളായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, വീട്ടിൽ പ്രശ്നമായിക്കോട്ടെ, കടകാരങ്ങളായിക്കോട്ടെ, എന്തൊക്കെ വന്നാലും നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നിരുന്നാൽ നമ്മൾ എത്ര വലിയ കൊടുകാറ്റായിരുന്നാലും നമ്മൾ വീഴാതെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നിരിക്കാം. ആ വാക്യം ഒന്നും കൂടി വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ട് ഈ രീതിയിൽ നമ്മളെല്ലാവരും രക്ഷകനായി സ്വീകരിച്ച് നമ്മുടെ സ്നാനമെല്ലാം വെച്ചു. അപ്പൊ നമ്മൾ ക്രിസ്തുയേശു നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കൈക്കൊണ്ട് അത് മാത്രം ചെയ്ത പോലെ നമ്മൾ കൂട്ടായ്മ ആചരിക്കണം. ഇപ്പൊ ചർച്ച തന്നെ രാത്രി ഒരു പ്രാർത്ഥന വെച്ചാൽ കഴിവതും ആരും മുടക്കി വീട്ടിൽ ഇരിക്കാതെ കടന്നു പ്രാർത്ഥിക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ യേശുവിന് കൂടെ ഒരു കണക്ഷൻ, എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. നമ്മൾ പിള്ളേരെ സ്കൂളിൽ കടന്നു പോകുന്നതിന് മുന്നേ വീട്ടിൽ പ്രാർത്ഥിച്ചിറങ്ങുക, സ്കൂളിൽ അയക്കുമ്പോൾ പ്രാർത്ഥിക്കുക, എവിടെ പോയാൽ നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുക. മാതാപിതാക്കളായിക്കോട്ടെ, ബാക്കിനെ കടന്നു പോകുമ്പോൾ എല്ലാത്തിനും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ദൈവത്തോട് ആർക്കും കണക്ഷൻ ഉണ്ടാവുമെന്ന് വെച്ചാൽ ദൈവത്തിൽ ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്നവർക്കാണ് എപ്പോഴും ദൈവത്തോട് ഒരു കണക്ഷൻ ഉണ്ടാവുക. ആ വാക്യം ഒന്നുകൂടി വായിക്കാം. നമ്മൾ ആത്മീക വർധനം പ്രാപിച്ചു വെക്കണം. ആത്മീകത്തിൽ എങ്ങനെ വർധനം പ്രാപിക്കും? ഇപ്പൊ നമ്മൾ ഈ കുഞ്ഞി പിള്ളേരെ നോക്കാം, വലിയ സീനിയർ ചേച്ചിമാർ, ചേട്ടന്മാരെ നോക്കാം. അവർക്ക് ഒരു കഴിഞ്ഞ 3-4 വർഷത്തിന് മുമ്പ് അവർക്ക് ഭയങ്കര കുഞ്ഞിതായിരുന്നു. അവര് ബോഡി വളർച്ച വരുന്നതോടെ അവർ വളരാണ്. അതേമാതിരി നമ്മൾ ബോഡി വളർച്ച വരുന്നതുമാതിരി തന്നെ നമ്മൾ ക്രിസ്തുവിൽ വളരാൻ നോക്കുക. അപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നിരിക്കുക. ദൈവത്തോട് കണക്ഷൻ എപ്പോഴും ഉണ്ടാവുള്ളൂ. ആത്മാവിൽ നിറഞ്ഞിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചമാരെയല്ല, കഴിഞ്ഞ ദിവസം ഒരു അധ്യായം വെച്ച് 2-3 അധ്യായം കൂടുതൽ വായിക്കാൻ നോക്കുക. നല്ലൊരു പ്രാർത്ഥിക്കാൻ നോക്കുക. കഴിഞ്ഞ ആളുകൾ പ്രാർത്ഥിച്ചമാരെയല്ല, ബൈബിൾ വായിച്ചമാരെ നമ്മൾ എല്ലാത്തിനും കുറച്ചും കൂടി നല്ലൊരു ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് ക്രിസ്തുവിൽ എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവുക. ക്രിസ്തുവിൽ വേരും നമ്മൾ എപ്പോഴും അങ്ങനെ ഇരിക്കുക. അടുത്തത് ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും. നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയെന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൽ നമ്മൾ എപ്പോഴും ഉറച്ചിരിക്കണം. ദൈവത്തോട് എന്ത് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൽ ഒരു വിശ്വാസം വെച്ചിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു ഫെയിലിയർ വരാതെ സക്സസ് വന്ന് ദൈവത്തോട് നമ്മളൊരു വിശ്വാസം വെച്ച് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു സക്സസ് വരും. സ്തോത്രത്തിൽ കവിഞ്ഞു വെക്കും. സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദി പറയാണ് ദൈവത്തിന്. അപ്പൊ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ദൈവത്തോട് നന്ദി പറയുക. എന്ത് കിട്ടിയാലും എന്ത് ചെയ്യാനും ദൈവത്തോട് നന്ദി പറയപ്പെടും. ഇതെന്ന് പറഞ്ഞു നമ്മൾ ഇപ്പൊ തന്നെ നമ്മുടെ അപ്പച്ചന്മാരും നോക്കിയാൽ അവരിപ്പോഴും ഇതിൽ വിശ്വാസിച്ച് നിന്നത് കൊണ്ടാണ് ക്രിസ്തുവിൽ വേരൂന്നി ഇപ്പോഴും നിൽക്കുന്നത്. അതേമാതിരി തന്നെ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളും ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുക. അപ്പൊ ദൈവത്തോട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വാക്കുകൾ നിർത്തുന്നു.
ഇന്നത്തെ മെസ്സേജ് എടുത്തതുപോലെ നമ്മൾ എപ്പോഴും ക്രിസ്തുവിൽ വേരൂന്നിരിക്കാം. ഡെയിലി രാവിലെ ഇരിക്കുക, പ്രാർത്ഥിക്കുക. സ്കൂളിൽ പോകുമ്പോഴായിക്കോട്ടെ, തിരിച്ചിരിപ്പോഴായിക്കോട്ടെ, തിരിച്ച് കയറി വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കയറുക. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോവാം. അപ്പോൾ എന്തൊക്കെ ആൾക്കാരുന്നാലും ക്രിസ്തു നമ്മളെ സൂക്ഷിച്ചോളും. അപ്പോൾ എല്ലാവരും ക്രിസ്തുവിൽ വേരൂന്നിരിക്കാം. മുതിർന്നവരെല്ലാവരും, കുട്ടികളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. മുതിർന്നവരാരും പ്രാർത്ഥിക്കില്ല, പണിക്ക് പോകുന്ന ആരും പ്രാർത്ഥിക്കില്ല. അതുകൊണ്ട് മുതിർന്നവരെല്ലാവരും പ്രാർത്ഥിക്കുക. പാരന്റ്സിനെ പേടിച്ചിട്ട് കുട്ടികൾ പ്രാർത്ഥിക്കും. രാവിലെ ഉച്ചയ്ക്ക് വരെ കുട്ടികൾ പ്രാർത്ഥിക്കും. ബട്ട് മുതിർന്നവർ പ്രാർത്ഥിക്കില്ല. അവര് പണിക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കില്ല, വീട്ടിൽ കേൾക്കൊന്നും പ്രാർത്ഥിക്കില്ല. ബട്ട് ഗ്രാൻഡ് പാരന്റ്സ് പ്രാർത്ഥിക്കും. ബട്ട് ഇപ്പോഴത്തെ ഒരു 30 to 45 വരെ പ്രാർത്ഥിക്കുകയില്ല. അവർക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചതാണ്, ഞങ്ങൾ പണ്ട് പ്രാർത്ഥിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ട, അങ്ങനെ തോട്ടാണ് എല്ലാവർക്കും ഇപ്പോൾ. ബട്ട് അങ്ങനെയൊന്നുമല്ല, എല്ലാവരും പ്രാർത്ഥിക്കണം. മുതിർന്നവരായിക്കോട്ടെ, പോകുമ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുക. കുട്ടികളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പാരന്റ്സിനെ പേടിച്ചിട്ടും സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ദൈവത്തിനെല്ലാം പേടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് മുതിർന്നവര് കുറച്ചുകൂടി പ്രാർത്ഥിക്കുക. മീൻസ് ഒരു 30 to 45 അവരാണ് പ്രാർത്ഥിക്കാത്തത്, അവര് പ്രാർത്ഥിക്കുക. അടുത്തത് വാക്യത്തിനായിട്ട് ഞാൻ കുട്ടികളെ ക്ഷണിക്കുന്നു.